ഞാൻ സംശയിതാറിൻ്റെ അടുത്ത വീഡിയോയാണ് സ്റ്റഡി. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്ന ഇതാട്ടോ. ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ വർക്കും ആ ഒരു മെറ്റീരിയലും എല്ലാം അവിടെ കാണാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നത് കാണുമല്ലോ. ഞാൻ അടുപ്പിച്ചൂടെ കാണിക്കാവേ, കാരണം ഈ മെറ്റീരിയലിൻ്റെ ഒരു രീതി ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ക്രിസ്പി സിൽക്കാണ് ഫാബ്രിക്. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്രിസ്പിനെസ് അത് കറക്റ്റ് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നേരിട്ട് നമ്മുടെ ഒറിജിനൽ ഇത് വന്നില്ലേ, അതേ രീതി തന്നെയാണ് കേട്ടോ. നല്ല റേറ്റിലാണ് ഇപ്പം ആ ഒരു ഒറിജിനൽ നമ്മുടെ ക്രിസ്പി ടൈപ്പ് ഫാബ്രിക്കൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ നമുക്ക് ഒരുപാട് റേറ്റ് വരാത്ത രീതിയിൽ ചെയ്തെടുത്തേക്കുന്ന ഐറ്റമാണ് ഇത്. റേറ്റും ഭയങ്കര റീസണബിളാണ്. നല്ല കളേഴ്സും നല്ല ഡിസൈനും. നിങ്ങൾ നോക്കി, ഇതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് ആൻറ്റിക് ഷെയ്ഡിലുള്ള ഡിസൈനാണ് ഇതിൻ്റെ. ഈ ഒരു ത്രെഡാണ് ഇതിൻ്റെ ഡിസൈൻ യൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാട്ടോ. എല്ലാ കളേഴ്സിൻ്റെയും കൂടെ ഈ ഒരു ത്രെഡുമായിട്ട് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് മൊത്തത്തിലാണേലും ആ ഒരു കളർ കോമ്പിനേഷനിലാണ് മൊത്തം ആ ഒരു കളർ പോയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ നമുക്ക് ഒരു ത്രെഡ് വർക്ക് കൂടെ വന്നിട്ടുണ്ട്. ദുപ്പട്ടയിലും സെയിം ഫീൽ തന്നെയാണ് കേട്ടോ. ഇതുപോലെ സൈഡ് ബോർഡേഴ്സിൻ്റെ ഡിസൈൻ, ഇത് അകത്തോട്ടും മൊത്തത്തിൽ തന്നെ ആ ഒരു ഡിസൈൻ പോയിട്ടുണ്ട്. ബോട്ടവും ലൈനിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കുറച്ച് ഡാർക്കർ, കുറച്ചെണ്ണം വെച്ച് ലൈറ്റായിട്ട്. നിങ്ങൾ ലൈനിങ് ഏത് വേണേൽ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ബോട്ടത്തിന് ഏതാണോ നിങ്ങൾക്ക് കുറച്ച് ഡാർക്കായിട്ട് നിൽക്കണം, ലൈറ്റായിട്ട് നിൽക്കണം, അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. രണ്ടും സാറ്റിൻ തന്നെയാണ്. ബോട്ടത്തിനും ലൈനിങ്ങിനും കൊടുത്തേക്കുന്നത്. നമ്പർ AD 787. റേറ്റ് റീസണബിൾ ആട്ടോ. 999 ഉള്ളൂ. 999. നമ്മുടെ അടുത്ത ഷെയ്ഡ് ഒന്നും പറയാനില്ല, അത്ര ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാട്ടോ. അത് ഭയങ്കര ലുക്കാണ് ഇത് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ആ മെറ്റീരിയലിൻ്റെ ഒരു ഭംഗിയും പിന്നെ ആ ഒരു വർക്കിൻ്റെ ഒരു കോമ്പിനേഷനും വർക്കും ഒക്കെ കൂടി ഭയങ്കര ലുക്കുള്ളൊരു ഐറ്റം. ഭയങ്കര റീസണബിൾ പ്രൈസും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ശരിക്കും ഫംഗ്ഷൻ ബേസ്ഡ് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ബോർഡറും ഒക്കെ ഇങ്ങനെ കുഞ്ഞാ, പക്ഷേ എന്നാലും തിന്നായിട്ടുള്ള ബോർഡർ, അതും സ്കാലപ്പ് പോലെ തന്നെ ചെയ്തേക്കുന്നത്. ഒരു സൈഡിൽ നല്ല വീതിയായിട്ടുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയിട്ടാലും കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഒതുങ്ങിക്കൂടി നമ്മുടെ ഷിഫോൺ കിടക്കുന്ന പോലെ കിടക്കുന്ന ഫാബ്രിക് അല്ല കേട്ടോ. എന്ന് വെച്ച് ഭയങ്കര ഓവറായിട്ട് പറന്നു നിൽക്കത്തില്ല. ഈ രീതിയിൽ അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് തന്നെയാണ്. ബോട്ടം ലൈനിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്പർ AD 786. റേറ്റ് 999 ഉള്ളൂ. അടുത്ത ഷെയ്ഡ് ഇതൊരു ഗ്രീനിഷ് ബ്ലൂ കളറാണ്. ഒരുപാട് ഓവർ ഗ്രീനും അല്ല, ഒരുപാട് ഓവറായിട്ട് ബ്ലൂ അല്ല, രണ്ടിനെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ഷെയ്ഡ്. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ ആ ഒരു ടിഷ്യൂ രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത്. ഭയങ്കര രസമാട്ടോ. അതിൻ്റെ എല്ലാ ഷെയ്ഡ്സ് എടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഏത് ഷെയ്ഡാണെങ്കിലും അത്രയും ഭംഗിയുള്ളൊരു ഐറ്റം ആയത്. അതിൻ്റെ അകത്ത് ഒരു ഡാർക്കറായിട്ട് നിൽക്കുന്ന കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തേക്കുന്നത്. ചെറിയ നമുക്കൊരു ഗ്രീൻ ടോണൊക്കെ നമുക്ക് മിക്സായിട്ട് തോന്നിക്കും ഇതിൻ്റെ അകത്ത് സീക്വൻസിന്. അപ്പോൾ ഗ്രീൻ ആൻഡ് ബ്ലൂ പോലെ കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര എടുപ്പാട്ടോ കാണാൻ. അതായത് ഭയങ്കര ഓവർ അങ്ങനെ ഭയങ്കര തെളിഞ്ഞ കളറല്ല, പക്ഷേ കളർ കോമ്പിനേഷൻ വൈസ് നല്ല രസമുള്ള ഐറ്റം. മടക്കി വെച്ചേക്കുന്നതാണേ. ഇത് ഡെയിലി യൂസിന് നല്ല കേട്ടോ. മെറ്റീരിയൽ അങ്ങനെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബോട്ടം വിത്ത് ലൈനിങ്ങും ഉണ്ട്. നമ്പർ AD 785. റേറ്റ് 999. നമുക്ക് നാലാമത്തെ ഷെയ്ഡ് നല്ല ഒരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഏകദേശം ആ ഒരു ടൈപ്പ് കളറാട്ടോ. അതിലും നല്ല ഭംഗിയായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വർക്കും എല്ലാം കൂടെ ഒരേപോലെ ബ്ലെൻഡായിട്ട് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇതിന് ഭയങ്കര ഒരു ഭംഗി കൂടുതൽ വരുന്നത്. പിന്നെ റേറ്റിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. 999 റേഞ്ചിൽ ഇത്രയും നല്ലൊരു പീസ്. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത്തും ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ AD 784. റേറ്റ് 999.